മലയാള സിനിമ മാറുകയാണല്ലോ. ഈവൻ കൊറിയൻ സിനിമകളുമായി വരെ നമ്മുടെ മലയാള സിനിമ ഉപമിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മലയാള സിനിമയിൽ സ്ത്രീകളുടെ പ്രാധാന്യം എന്ത്? കൺസിഡർ ദ ഫാക്ട് ദ ഫസ്റ്റ് ഫീമെയിൽ ഹീറോയിൻ റോസി ഹാഡ് ടു ഇലോപ് ഫ്രം കേരള ഫോർ ആക്ടിംഗ് ദ ഫിലിം. വെരി പവർഫുൾ ക്വസ്റ്റ്യൻസ് ആണ്. ഭയങ്കര ഡിഫറെൻ്റ് ഏരിയയിലാണ് പോയത്. നമ്മൾ പലപ്പോഴും എല്ലാ ജനറേഷനിലും ഈ ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. താരൻ്റെ ഫാദർ കെ ജി ജോസ് സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്ത്രീപക്ഷ സിനിമകളിൽ നിന്ന് നമ്മൾ പറയുന്ന സിനിമകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞൊരു സിനിമ നമുക്ക് വന്നിരുന്നു. ഊർവശിക്ക് നമുക്ക് നാഷണൽ അപ്രീസിയേഷനാണ് അല്ലേ, ലാസ്റ്റ് വീക്കാണ് നമുക്ക് കിട്ടിയത്. ഇതെല്ലാ കാലത്തും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ കൂടുതലും നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു വേ ഓഫ് അല്ലെങ്കിൽ ഒരു ഗ്രാമർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു മെയിൽ ഓറിയൻറ്റഡ് ആണ്. അതിൻ്റെ അർത്ഥം മെയിൽ മേലെയും ഫീമെയിൽ എവിടെയെങ്കിലും ആണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കുറച്ചുകൂടെ ആക്റ്റീവ് പോയിന്റിൽ അവരാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവരിലേക്കാണ് കഥകൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ദാറ്റ്സ് എ റിയാലിറ്റി. അപ്പോൾ അതിനെ നമ്മളൊരു ആർട്ട് ഫോമായിട്ട് കാണുന്നു എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ഇപ്പോൾ റോസി അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പം ഹിസ്റ്ററി വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഏറ്റവും സിനിമയെക്കുറിച്ചോ കലാപ്രവർത്തനങ്ങൾ ഒരു സ്ത്രീ നടത്താൻ പറ്റാത്തൊരു കാലത്താണ് അദ്ദേഹത്തെ പോലൊരു ഒരാൾ അഭിനയിക്കാൻ ഇറങ്ങി. അതിൻ്റെ പേരിൽ നാട്ടിൽ ഒറ്റപ്പെട്ട് അവരൊരുപാട് എന്താ പറയുക മെൻ്റൽ സ്ട്രെയിൻ അനുഭവിച്ചൊരു സ്ത്രീയാണ്. അവരെ ബഹുമാനത്തോടെ നമ്മൾ കാണുന്നു. ഒരുപക്ഷെ ഇന്ന് നിങ്ങളെല്ലാവരും ഇന്നിവിടെ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ കേട്ടു പലർക്കും ആക്ടേഴ്സ് ആവണം അല്ലെങ്കിൽ മൂവീസിലേക്ക് വരണം എന്നുള്ളത്. അതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഒരുപക്ഷെ റോസി എന്ന് പറയുന്ന ഒരാളിലാണ്. പക്ഷെ ജനറേഷൻ എടുക്കുകയാണ് നമ്മൾ അവിടേക്ക് എത്താൻ. അപ്പം എല്ലാ റെസ്പെക്റ്റോടും കൂടി നമുക്ക് അവരെ കാണാം. പ്ലസ് നിങ്ങളിലൂടെ പുതിയ ഓപ്പണിങ്സ് ഉണ്ടാവട്ടെ.